ഇനി ഈ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തള്ളുകയും ചെയ്തു. രാഹുലിനെതിരെ കേസോ പരാതിയോ ഇല്ല എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ ന്യായീകരണം. കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ KPCC അധ്യക്ഷൻ ഹ്രസ്വമായ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് എടുത്ത ശക്തമായ നടപടി മാതൃകാപരമാണെന്നും VD സതീശൻ പ്രതികരിച്ചു. പാർട്ടിക്കോ നിയമപരമായോ യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കംപ്ലൈൻറ്റ് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലൊരു പരാതിയില്ല, ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു. പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? എന്നാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കരുത് എന്ന നിലപാടിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ എത്തിയിട്ടുണ്ട്. രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്ന് K മുരളീധരൻ പറഞ്ഞു. അന്വേഷണം നടത്തി തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് VK ശ്രീകണ്ഠൻ MPയും പ്രതികരിച്ചു. സലീം മാലിക് ഒപ്പം R ശ്രീധരൻ എന്നിവർ ചേർന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം സലീം മാലിലേക്ക്. സലീം, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിലത്തെ നടപടി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്, അത് കടുത്ത നടപടിയാണ് എന്ന വിലയിരുത്തലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് എത്ര കാലത്തേക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തത ഒരുപക്ഷെ നേതൃത്വം തരുമായിരിക്കും. അപ്പോൾ ഈ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസ് നേതൃത്വം അതിനെ വിശദീകരിക്കുന്നത്? അതിൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട് എന്നും പറയുന്നുണ്ടല്ലോ. പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ രാജി തന്നെ വേണമെന്നൊരു നിലപാട് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ആ നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തൽക്കാലം എന്തായാലും സസ്പെൻഷൻ അപ്പുറത്തേക്ക് മറ്റ് നടപടികൾ നേതൃത്വം ആലോചിക്കുന്നില്ല. പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ പരാതികൾ വരികയോ തെളിവുകൾ വരികയോ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ വീണ്ടും തുറക്കുക. നിലവിൽ അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചിരുന്ന സർക്കാരിനെതിരായ പരിപാടികൾ, പ്രചരണ പരിപാടികളും തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ഈ രാജിയുമായി ബന്ധപ്പെട്ട് തന്നെ അതൊരു മുഖം രക്ഷിക്കൽ നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നിലവിൽ രാജി തന്നെ വേണമെന്നൊരു നിലപാടെത്തുകയും അതിനുശേഷം സംസ്ഥാന നേതൃത്വം കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുക അത് കോൺഗ്രസ് MLA ആയിട്ടായിരിക്കില്ല, ഒരു സ്വതന്ത്ര MLA മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചതായാണ് സൂചന. അങ്ങനെയെങ്കിൽ അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവധി നൽകുകയായിരിക്കും ചെയ്യുക. എന്ത് തന്നെയായാലും ശരി, ഒരു താൽക്കാലിക പ്രതിരോധമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മറ്റേതെങ്കിലും നേതാക്കളോ നേതൃത്വമോ, അത് കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ നേരത്തെ സമാനമായ രീതിയിലുള്ള ലൈംഗികാരോപണങ്ങൾ വന്നിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇത്തരത്തിലൊരു നടപടി, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഒപ്പം MLA സ്ഥാനത്തു നിന്നുള്ള രാജിവെക്കൽ കേരളത്തിൽ ഇതിനു മുൻപ് ആ നിലയിൽ ഉണ്ടായിട്ടുമില്ല. അത് ഉയർത്തിയാകും ഒരു ധീരമായ തീരുമാനമെന്ന രീതിയിൽ ഒരു പ്രചരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതേസമയം അത് ഇരുവരും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നും MLA സ്ഥാനം സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിന്റെ കൂടി ഭാഗമാണ് എന്നൊരു വിമർശനം ഉൾപ്പെടെ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിവാദം ഈ നിലയിൽ അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ആ കോൺഗ്രസിന്റെ ആ തീരുമാനത്തോട് UDF-ലെ മറ്റ് ഘടകകക്ഷികൾ എന്താണ്, ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതും സുപ്രധാനമാണ്. നിലവിൽ കോൺഗ്രസ് ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കടുത്ത നടപടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് യോജിക്കുന്നുണ്ടോ UDF എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.